നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവകാശികളില്ലാത്ത ആർക്കും ഇത് തിരിച്ചെടുക്കാനാവില്ല. സർപ്പം കാവലുണ്ട്. ഈ ചരട് കെട്ടിയിട്ടേ ഡയറിയും ഫോണും എടുക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ സർപ്പദംശനമേൽക്കും. ശരി തിരുമേനി. ആ വരൂ. നോക്കി പതുക്കെ. ഒന്നുള്ളൂ. ആ ശ്രേയയും ഹൈമാവതിയും ഡയറി തിരഞ്ഞു വരേണ്ട കാര്യമെന്താണ്? അതെനിക്കും അറിയില്ല. ഗൗരിയുടെ ഡയറി അവർ തിരഞ്ഞു വരണമെങ്കിൽ ഗൗരിയുടെ മരണത്തെക്കുറിച്ച് അവർക്കെന്തെങ്കിലും അറിവുണ്ടാവും. അല്ലാതെ ഒരിക്കലും അവർ അത് തേടി വരില്ല, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഗൗരിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് അറിയണം. ഗൗരി ചേച്ചിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഗൗരി ചേച്ചിയെ കൊന്നത് ആരാണെന്നോ അതിനു പിന്നിൽ ആരൊക്കെയാണെന്നോ ഒന്നും അറിയില്ല. എനിക്കറിയണം ആരാ ഗൗരി ചേച്ചിയെ കൊന്നതെന്ന്. ആ കളങ്കം ഇപ്പൊ മഹിയേട്ടനില്ല. ആ മനുഷ്യൻ ഒരു ദിവസം പോലും ആ കളങ്കവുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല. ഗൗരി ചേച്ചിയെ ജീവന് തുല്യം സ്നേഹിച്ച ആളാണ് മഹിയേട്ടൻ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരിക്കൽ പോലും ഗൗരി ചേച്ചിയെ വേദനിപ്പിക്കാത്ത ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള മഹിയേട്ടൻ ഗൗരി ചേച്ചി ഒന്ന് നോവിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. മഹിയേട്ടനിൽ എപ്പോഴുള്ള ആ കളങ്കം മായണം. അതിനുള്ള ഏക മാർഗമാണ് ആ ഡയറിയും ഫോണും. മനസ്സിലായി. ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ ആ ഫോണിലോ ഡയറിയിലോ ഉണ്ടാവും. ഉണ്ടാകണേന്നാ എന്റെ പ്രാർത്ഥന. ഗംഗ ആ ഡയറി വായിക്കുകയോ ഫോൺ നോക്കുകയോ ചെയ്തിരുന്നു? ഡയറി കുറച്ച് വായിച്ചു, ഫോൺ നോക്കാൻ പറ്റിയില്ല. ഡയറി വായിച്ചതിൽ നിന്ന് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് വായിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തായാലും ഡയറിയും മൊബൈലും സർപ്പക്കാവിൽ സുരക്ഷിതമാണ്. സമയം കിട്ടുമ്പോ ആരും കാണാതെ അതെടുത്ത് വായിക്കണം. അല്ല, എന്തെങ്കിലും തെളിവുകൾ അതിൽ നിന്ന് കിട്ടിയാൽ അത് വിട്ടുകളയരുത്. ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ശരി തിരുമേനി. നടന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.